സാറേ, ഞാൻ ആദ്യമേ നിലിമ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ട് കൗൺസിലർമാരും വളരെ ആരോഗ്യപരമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായിട്ട് ഓക്കെ. ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിൽ അറിഞ്ഞ സമയം മുതൽ ഇടപെട്ട എല്ലാ മിഷണറികളും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും ക്രിയാത്മകമായി പ്രതികരിച്ചു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഇത് ഞാൻ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലോ സർക്കാരിനെയോ കോർപ്പറേഷനെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയോ താങ്ങാനോ പറയുന്ന ഒന്നല്ല. കാരണം നാളിതുവരെ സമാനതകളില്ലാത്ത ഒരു ആത്മാർത്ഥത ജോയിയെ റിക്കവർ ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും ഭാഗത്തുനിന്ന് സാധ്യമായതെല്ലാം. കാരണം എത്രയോ അപകടങ്ങൾ, 2500-ലധികം അപകടങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ റിക്കവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ അപകടഘട്ടങ്ങളിലും അതാത് കാലങ്ങളിലെ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെട്ടത് എങ്ങനെയെന്ന് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട BJP കൗൺസിലർ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നത്, പക്ഷെ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത വട്ടിയൂർക്കാവ് MLA, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഒന്നും ഒരു ബന്ധമുള്ള ആളല്ല, പറഞ്ഞു കോർപ്പറേഷൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞു. അത് നോട്ട് ചെയ്യേണ്ട വാക്ക്. അതുപോലെ ഒരു വാക്കെങ്കിലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ റെയിൽവേ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട കൗൺസിലർ ആ ഒരു ഉത്തരവാദിത്വത്തിൽ സംസാരിക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇവിടെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിച്ചു നോക്കാം. സംഭവിച്ചത് എന്താണ്? ഒരു ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് നോട്ടീസിംഗ് ഉള്ള ഒരു കോമ്പൗണ്ടിനകത്ത് അവരുടെ ക്ഷണപ്രകാരം അവർക്ക് ആവശ്യമായ ഒരു ക്ലീനിങ്ങിന് ഒരു തൊഴിലാളിയെ നിയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പാലിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ചകളെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പല ഭാഗത്തേക്കും കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് മേലിലും ഇത്തരം ദുരന്തം ആവർത്തിക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു ആശങ്ക ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രണ്ടാമത്, ചുരുക്കത്തിൽ ലളിതമായി പറയാം, നമ്മുടെ പറമ്പിൽ ഒരു തേങ്ങയിടാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ വളരെ മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അയാൾ നിർഭാഗ്യവശാൽ മുകളിൽ നിന്ന് താഴെ വീണാൽ അല്ലെങ്കിൽ കയറാൻ പാടില്ലാത്ത തെങ്ങിലേക്കാണ് നമ്മൾ കയറ്റിയതെങ്കിൽ നമ്മുടെ പറമ്പിൽ വീണ് കിടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം തൊട്ടടുത്ത വീടിനാണോ മറ്റാർക്കെങ്കിലും ആണോ നമ്മൾ പറയുമോ? ഞാൻ ഒരു രാഷ്ട്രീയ ഭാഷയിലും സംസാരിക്കുകയല്ല കേട്ടോ. ഇതൊരു പ്രഥമ ദൃഷ്ടിയ നമ്മുടെ പറമ്പ് കളയ്ക്കാൻ വിളിച്ച ആളിനെ അവിടെ പാമ്പ് കടിയേറ്റ് വീണാൽ നമ്മൾ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ മറ്റു പറമ്പുകാരുടെ ആവശ്യമാണ്, അവരെ വഴി കൂടെയാണ് നടന്നു വന്നതെന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. അപ്പൊ റെയിൽവേയുടെ ഓൺ പ്രോപ്പർട്ടിയിൽ അവിടുത്തെ മെയിൻ്റനൻസ് ക്ലീനിങ് ജോലിക്ക് വന്ന ഒരാൾക്ക്, അവർ ക്ഷണിച്ചതിന് പ്രകാരം വന്ന ഒരാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു വാണിംഗ് എങ്കിലും കൊടുക്കാൻ റെയിൽവേ തയ്യാറായില്ലെന്നത് എത്രയെങ്കിലും ദുരന്തങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഞാനത് സീരിയസ് ആയി പറയുന്നത്. ഒരിക്കലും കോർപ്പറേഷനെ പ്രൊട്ടക്ട് ചെയ്യാനോ വട്ടിയൂർക്കാവ് MLA ന്യായീകരിക്കാനോ വാമദേവ മെമ്പറെ കൗൺസിലറെ ന്യായീകരിക്കാനോ ഇഷ്ടപ്പെടുന്നാൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, എന്തിന്റെ പേരിലായ വസ്തുത പറയുന്നു മാത്രം. ഇവിടെ വേറൊന്ന് കൂട്ടിച്ചേർത്താൽ, ഇപ്പൊ ഇത്തരത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിന്റെ കസ്റ്റോഡിയൻ ആരാണോ അവർ മുൻപിൽ വരണം. മറ്റെല്ലാ പേരും സഹായിക്കും, പോലീസ്, ഫയർഫോഴ്സ്, മറ്റു ജനപ്രതിനിധികളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും എല്ലാവരും സഹായിക്കും. പക്ഷെ അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരില്ല? ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ. ഇന്ത്യൻ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായ ഒരു ദുരന്തത്തിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേ മന്ത്രാലയമോ റെയിൽവേ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയമോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ പ്രതികരണം എന്തായാലും ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? നമ്മുടെ കോമ്പൗണ്ടിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ആ സ്പോട്ടിൽ പോയ ആളല്ല കേട്ടോ, എന്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. ഈ റെസ്ക്യൂ ടീമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഡൈവേഴ്സ് ജീവൻ പണയം വെച്ച് ജോലി ചെയ്ത 18 പേർക്ക് വേണ്ടിയിട്ടോ റെയിൽവേയുടെ ഭാഗത്ത് എന്തൊക്കെ ചെയ്തെന്ന് ഒന്ന് പറയാമോ? ഒരു വാക്കെങ്കിലും പറയാൻ കിട്ടുന്നുണ്ടോ? ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. എത്രയെങ്കിലും ഇഷ്യൂസ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴൊക്കെ റെയിൽവേ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലോ മലയാളിയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണക്കാരോ അല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിക്കാറുള്ളത്, ഇടപെടാറുള്ളത്. അത് എന്തിന്റെ പേരിലായാലും അവരുടെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയും നാടിന്റെ നന്മയ്ക്കെതിരെ നിൽക്കില്ലല്ലോ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ. അപ്പോ അവിടെ ആ സംഭവിച്ച വീഴ്ചയെ മറച്ചു വെക്കാനായി നമ്മൾ എങ്ങനെ ന്യായീകരിച്ചാലും അത് ബൽക്കാൻ തെച്ചത് പാണ്ടായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. യെസ്, ഒരു തരത്തിലുള്ള ഇടപെടലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് ശ്രീ പ്രതാപ് കുമാർ പറഞ്ഞു വെക്കുന്നത്.